ഹലോ ആസ്പിരൻസ്, DME ഇന്റർവ്യൂ ഇങ്ങ് അടുത്തെത്തിയില്ലേ? യെസ്, ഇറ്റ് ഈസ് ദ ടൈം ടു പ്രിപ്പയർ സ്മാർട്ട് ആൻഡ് കോൺഫിഡൻറ്റ്. നമുക്കിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കിയാലോ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് പോയിന്റ് ആണ് എന്താണ് DHS, എന്താണ് DME, എന്താണ് അതിന്റെ ഡിഫറൻസ്. ഫസ്റ്റ് നമുക്ക് DHS എന്താന്ന് നോക്കാം. ഫുൾ ഫോമും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ്. ഇവിടെ നോക്കിയേ, DHS is committed to promote public health and providing accessible quality healthcare services through public health centers and district hospitals. ഇവിടെ DHSൽ ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിൽ കൂടിയാണ്? പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിൽ കൂടെയും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിൽ കൂടിയാണ്. എക്സാമ്പിൾ PHSE, CHSE, ഫാമിലി ഹെൽത്ത് സെന്റർ ആൻഡ് താലൂക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ DHS മെയിൻലി ഫോക്കസിങ് എന്താണ്? പ്രിവെൻഷൻ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം DME. DME എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. DME ഡ്രൈവ്സ് ഇൻ എക്സലൻസ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് ടെർഷ്യറി കെയർ ത്രൂ മെഡിക്കൽ കോളേജസ്. ഇപ്പൊ നമ്മളുടെ ഈ ഡെഫിനേഷനിൽ നിന്ന് നമുക്ക് വ്യക്തമാണല്ലേ, DMEയിൽ എന്താണ്? അഡ്വാൻസ്ഡ് ടെർഷ്യറി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ റിസർച്ച് എന്ന് പറയുന്നത് മറ്റൊരു കമ്പോണൻസ് ആണ്. ഇവിടെ മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് ത്രൂ ആണ്. ഡെഫിനിഷൻ ഇതുപോലെ പറയണം എന്നില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ച് ചോദിക്കുന്നതിനനുസരിച്ചുള്ള ആൻസർ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അവര് പ്രതീക്ഷിക്കുന്നത് ആ കൺസെപ്റ്റ് ക്ലിയർ ആണോ ഇല്ലയോ എന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ 10 റൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ, എങ്കിലും നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് വൺ, റൈറ്റ് ഡ്രഗ്, റൈറ്റ് പേഷ്യന്റ്, right time, right to refuse, right route. Then right evaluation, right assessment, right reason, right documentation, right dose. ഈ 10 റൈറ്റ്സിലെ അറ്റ്ലീസ്റ്റ് 6 എങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക. നെക്സ്റ്റ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു യു മാനേജ് വർക്ക് ലോഡ് ഇൻ ബിസി വാർഡ്? നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ആൻസർ പറയാം. എന്നാൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ പ്രയോറിറ്റൈസ് പേഷ്യന്റ് കെയർ, പ്ലാൻ മൈ ഡ്യൂട്ടീസ്, വർക്ക് ആസ് എ ടീം ആൻഡ് മെയിൻറ്റെയിൻ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പോവാം. നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് റൈറ്റ് ടു റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി, റൈറ്റ് ഇൻഫർമേഷൻ, റൈറ്റ് ടു ഇൻഫോംഡ് കൺസെന്റ്, റൈറ്റ് ടു പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. Then right to access medical records, right to complaint and grievance redressal, right to transparency in billing. എന്താണ് ഈ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു പേഷ്യന്റിന്റെ ഒരു പ്രൊസീജിയറിന് മുന്നേ നമ്മൾ പേഷ്യന്റിനോട് എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്തിനാണ് ആ പ്രൊസീജിയർ, അല്ലെ? എന്താണ് അതിന്റെ റിസ്ക്, എന്താണ് ബെനിഫിറ്റ്, എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ഓൾട്ടർനേറ്റീവ്സ്, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് പേഷ്യന്റ് അടുത്ത് നിന്ന് മേടിക്കുന്ന ഒരു പെർമിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൈറ്റ്സ് നോക്കിയേ, റൈറ്റ് ടു സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കെയർ, റൈറ്റ് ടു ചൂസ് ആൻഡ് സെക്കൻഡ് ഒപ്പീനിയൻ, റൈറ്റ് ടു എമർജൻസി കെയർ. ഇതിലെ കുറച്ചെങ്കിലും നിങ്ങൾ എന്താ ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, ഹൗ ഡു യു എൻഷുർ പേഷ്യന്റ് സേഫ്റ്റി ഇൻ യുവർ നഴ്സിംഗ് പ്രാക്ടീസ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കിയാലോ. ഐ എൻഷുർ പേഷ്യന്റ് സേഫ്റ്റി ബൈ ഫോളോയിങ് ഹോസ്പിറ്റൽ പോളിസീസ്, സ്റ്റാൻഡേർഡ് നഴ്സിംഗ് പ്രോട്ടോകോൾസ്, മെയിൻറ്റെയിൻ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, or being vigilant at all times, follow infection control measures like hand hygiene, safe medication administration, adequate patient identification. പേഷ്യന്റ് സേഫ്റ്റിയിൽ നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി എന്താണ്? റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് സേഫ്, എത്തിക്കൽ ആൻഡ് ക്വാളിറ്റി നഴ്സിംഗ് കെയർ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. വൈ ഡിഡ് യു ചൂസ് DME ആസ് എ സ്റ്റാഫ് നഴ്സ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? നമുക്കൊരു മോഡൽ ആൻസർ നോക്കിയാലോ. ഐ ആം എക്സൈറ്റഡ് ടു ജോയിൻ DME ആസ് എ സ്റ്റാഫ് നഴ്സ്. ഐ ക്യാൻ ഡെലിവർ മൈ ക്വാളിറ്റി ഓഫ് പേഷ്യന്റ് കെയർ ഇൻ എ ടെർഷ്യറി സെറ്റിംഗ് ആൻഡ് എൻഹാൻസ് മൈ സ്കിൽസ് ത്രൂ അലൈനിങ് വിത്ത് മൈ കമ്മിറ്റ്മെന്റ് ടു നഴ്സിംഗ് എക്സലൻസ്. ഇവിടെയും ആൻസർ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. വൈ ഡിഡ് യു ചൂസ് ഗവൺമെന്റ് സർവീസ് ഓർ നഴ്സിംഗ് എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ പറയും? നമുക്കൊരു മോഡൽ ആൻസർ നോക്കാം അല്ലേ. Nursing offers job security and respect, especially in government healthcare. Also, empathy is at the heart of nursing for me, caring for patients when they need it most.
ഇത് ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നൊന്നുമില്ല, മലയാളത്തിലാണേലും നിങ്ങൾ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ട്രയാജ്. ട്രയാജ് ഇസ് ദ പ്രോസസ് ഓഫ് സോർട്ടിംഗ് പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദ സിവിയാരിറ്റി ഓഫ് ദിയർ കണ്ടീഷൻ ടു ഡിസൈഡ് ഹൂ നീഡ് ട്രീറ്റ്മെന്റ് ഫോർ. കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് ട്രയാജ് എന്ന് പറയുന്നത്. ജസ്റ്റ് ട്രയാജിന്റെ കളർ കോഡിങ്ങും കൂടെ ഒന്ന് നോക്കി വെക്കുക. റെഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ, യെല്ലോ ആണെങ്കിൽ ഡിലൈഡ് കെയർ, ഗ്രീൻ ആണെങ്കിൽ മൈനർ ഇഞ്ചുറീസ്, ബ്ലാക്ക് ആണെങ്കിൽ ഡെഡ് ഓർ എക്സ്പെക്റ്റന്റ്. ഇതിന്റെ ബേസിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു പേഷ്യന്റ് സിവിയർ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് കാഷ്വാലിറ്റിയിൽ വന്നു. മറ്റൊരു കുട്ടി ഒരു ഫ്രാക്ചർ, ചെറിയൊരു ഫ്രാക്ചർ, ഹാൻഡിൽ ഒരു ഫ്രാക്ചറുമായിട്ട് വന്നു. അപ്പൊ നിങ്ങൾ ഏതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ഏതിനാണ് റെഡിൽ ഉൾപ്പെടുത്തുക? ഇമ്മീഡിയറ്റ് കെയർ ഇതിൽ വേണ്ടത് ഏതിനാണ്? ഓഫ് കോഴ്സ് വേണ്ടത് എന്തിനാണ്? ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആണ്. അപ്പോൾ ഈ ഇഞ്ചുറിക്ക് വേണ്ടെന്നല്ല, അപ്പൊ ഡിലേഡ് കെയർ ആയിട്ട് നമുക്ക് യെല്ലോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഓരോ കാറ്റഗറിയിലും വരുന്ന ടൈപ്പിന് വെച്ച് എക്സാമ്പിൾ വെച്ച് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഫയർ ഒക്കർ ഇൻ യുവർ ഡിപ്പാർട്ട്മെന്റ് വാട്ട് വിൽ യു ഡു? ഐ വിൽ ഫോളോ ദ റേസ് പ്രോട്ടോകോൾ. എന്താണ് റേസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? ആർ എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ പേഷ്യന്റ് ഇൻ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. എ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവേറ്റ് ദ അലാം ആൻഡ് അലേർട്ട് അതേഴ്സ്. സി എന്ന് പറഞ്ഞാൽ കൺഫൈൻ ദ ഫയർ ബൈ ക്ലോസിംഗ് ഡോർസ് ആൻഡ് വിൻഡോസ്. ഇ എന്ന് പറഞ്ഞാൽ ഇവാക്യുവേറ്റ് ഓർ എക്സ്റ്റിങ്വിഷ് ഇഫ് സേഫ് ടു ഡു സോ. Then, if the fire is small, I will use fire extinguisher by following pass technique. എന്താണ് pass technique? P. Pull the safety pin. A. Aim at the base of the fire. S. Use the handle. S. Sweep from side to side. ഇതിനോടൊപ്പം തന്നെയുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഓക്സിജന് സ്വിച്ച് ഓഫ് ചെയ്യുക, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് സേഫ് ആണെങ്കിൽ ഓഫ് ചെയ്യുക, പിന്നെ എലിവേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യുക, പിന്നെ പേഷ്യന്റിനെ അസംബ്ലി പോയിന്റിലേക്ക് എത്തിക്കുക. നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ നോക്കാം. വാട്ട് ഈസ് നഴ്സിംഗ് പ്രോസസ്? സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് കെയർ, അസസ്മെന്റ്, ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. ഇത്രയും സ്റ്റെപ്സ് ആണ് എന്ത് വരുന്നത്? നമ്മളുടെ നഴ്സിംഗ് പ്രോസസ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ സ്റ്റെപ്പൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ഇത് ഇത്രയും നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ റിവ്യൂ ചെയ്തിട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.